Hi dear students, let's talk history. So നമ്മൾ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിന്റെ ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബാരിയേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ കോളനീസ്, അതായത് കോളനികളിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കിട്ടാതിരുന്നതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അതിന്റെ റീസൺസ് എന്നാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളുക. കാരണം എന്താ, നമുക്ക് ഞാൻ ആർക്കിയോളജി എന്നൊരു പേപ്പറിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലായിരുന്നു. ഇത് ഇത്രയും റീച്ച് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്കുകൾ വേണമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് പ്രകാരമായിട്ട് ഞാൻ ഒരുപാട് ടോപ്പിക്കുകൾ ഇടുന്നുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാമിന് മുമ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ കവർ ചെയ്ത് പോകുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൃത്യമായ സമയങ്ങളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഓൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓരോ സമയം അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഈ എക്സാമിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സമയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളാം, വേഗം ക്ലാസ് കേട്ടോളൂ കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ്, ബാരിയേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ ഫോർ ദ ഇൻഡിജീനിയസ് പീപ്പിൾ ഇൻ കോളനീസ്. എന്താണ്? കോളനിയിലെ പ്രദേശവാസികളിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹെൽത്ത് കെയറും ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇൻഡിജീനിയസ് പീപ്പിൾസ് ഇൻ കൊളോണിയൽ കോണ്ടെക്സ്റ്റ് ഫേസ് ന്യൂമറസ് ബാരിയേഴ്സ് ടു accessing healthcare, including systemic racism, geographic isolation, poverty, discrimination, lack of cultural understanding, and limited access to resources and services. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ഓക്കെ, ആദ്യം മേജർ പ്രോബ്ലംസിൽ ഫസ്റ്റ് പ്രോബ്ലം ആണ് സിസ്റ്റമിക് റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. റേസിസം നമുക്കറിയാം, അല്ലേ? റേസിസം, വർഗീയത, വർണ്ണവിവേചനം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? എന്താണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ ഭയങ്കര സുന്ദരന്മാരാണത്രേ. അവർ ഭയങ്കര സുന്ദരന്മാരാണ്, അവരെ കാണാൻ കൊള്ളത്തുള്ളൂ. നമ്മൾ കാണാൻ കൊള്ളത്തില്ല, നമ്മളെ കാണാൻ കൊള്ളില്ല, നമ്മുടെ കളറ് കൊള്ളില്ല. അവരുടെ കളറ് ഭയങ്കര തൂവെള്ള, നമ്മുടെ കളറ് കൊള്ളത്തില്ല. അതായിരുന്നു റേസിസം എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ നേരിട്ടിരുന്ന പ്രശ്നം. ഓക്കെ, ഈ റേസിസവും ഡിസ്ക്രിമിനേഷനും ഹെൽത്ത് കെയറിൽ എങ്ങനെയായിരുന്നു വന്നതെന്ന് നോക്കാം. Racism in healthcare. Indigenous peoples often experience discriminatory practices and differential treatment within healthcare facilities, leading to mistrust and reluctance to seek care. എന്താണ്? നമുക്ക് അവരുടെ അത്രയും കളറില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു റേസിസവും ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരുന്നു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ. കോളനികളിലെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുത്തിരുന്നില്ല. റേസിസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസിന്റെ പേരിൽ ഇൻഡിജിനിയസ് പീപ്പിൾസിന് എന്ത് കൊടുത്തിരുന്നില്ല? ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ ഇത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ മെഡിക്കൽ കൊളോണിയലിസം. എന്താണ്? കൊളോണിയൽ പവർ സ്ട്രക്ചേഴ്സ് ക്യാൻ ഓപ്പറേഷണലൈസ് റേസിസം ടു മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ ഇൻഡിജിനിയസ് പീപ്പിൾ ത്രൂ റിസ്കി മോഡൽസ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഇന്റർവെൻഷൻസ്. എന്താണ്? കൊളോണിയൽ പവർ അടിസ്ഥാനമാക്കിയത് എങ്ങനെയായിരുന്നു? ഈ റേസിസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ കോളനികളിലെ ആൾക്കാരുടെ മേൽ അവർക്ക് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ഈ റേസിസം അവർ ഒരു സ്ട്രക്ചറായിട്ട് തന്നെ എടുത്തു എന്നാണ് പറയുന്നത്. ദെൻ എന്നിട്ടോ ഇതിന് അവർ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇന്റർവെൻഷൻസിൽ എന്താണ് ഇവർ ഈ പറയുന്ന റേസിസം കൊണ്ടുപോയി അങ്ങ് അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനിലൂടെയാണ് അവർ അല്ലെങ്കിൽ കൊണ്ടുവന്നത്. അതായത് ഇപ്പം ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഇൻഡിജീനിയസ് പീപ്പിൾസിന് കിട്ടാൻ പാടില്ല, അവരെ മാറ്റി നിർത്തണം, അവരങ്ങനെ ഇതൊന്നും ഈ ഫെസിലിറ്റീസ് ഒന്നും അനുഭവിക്കാനുള്ള യോഗ്യതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ദെൻ നെഗറ്റീവ് എക്സ്പീരിയൻസസ്. പ്രീവിയസ് നെഗറ്റീവ് എക്സ്പീരിയൻസസ് വിത്ത് ഹെൽത്ത് കെയർ ഇൻക്ലൂഡിംഗ് റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ ക്യാൻ ഡിസ്കറേജ് ട്രസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ പ്രൊവൈഡ്സ് ആൻഡ് ഡിലേ സീക്കിംഗ് കെയർ. എന്താണ്? ഇതിനു മുമ്പ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ അവർ റേസിസവും ഡിസ്ക്രിമിനേഷനും അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് എന്താണ് ഇവർ നൽകുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അവർക്കൊരു വിശ്വാസമില്ലായിരുന്നു, ഇൻഡിജിനിയസ് പീപ്പിളിന് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലും ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആവശ്യപ്പെടുവാൻ അവരെന്ത് ചെയ്തില്ല, തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ ആണ് ജിയോഗ്രഫിക് ഐസൊലേഷൻ ആൻഡ് ലിമിറ്റഡ് ആക്സസ്. എന്താണ്? റിമോട്ട്നെസ്. മെനി ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ഏരിയാസ്. എന്താണ്? ഈ പ്രദേശവാസികൾ മെയിനായിട്ട് ഈ കോളനികളിലെ ജീവിതം എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരുടെ ജീവിതം മെയിനായിട്ടും എന്താ ഭൂമിശാസ്ത്രപരമായിട്ട് ഒറ്റപ്പെട്ട ഏരിയകളിലൊക്കെ ആയിരിക്കും ജീവിച്ചിരിക്കുക, അല്ലെ? ഗോത്രവർഗ്ഗക്കാരായിട്ടൊക്കെ ജീവിച്ചിരുന്നവരായിരിക്കും, ഒറ്റപ്പെട്ട ഏരിയകളിലൊക്കെ ജീവിച്ചിരുന്നവരായിരിക്കും. അവർക്ക് എന്താണ് ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടുക കുറവായിരിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ ഇതുപോലെ ഫെസിലിറ്റീസ് ഇല്ലാതെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അല്ലേ? അവരെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. അപ്പം ഗവൺമെന്റ് ആവട്ടെ, ആരോഗ്യ വകുപ്പാകട്ടെ, ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷെ അവരെ ഒന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല, അല്ലേ? അവരെ ഒന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. എമ്പുരാനിലെ കഥ നോക്കാനും എമ്പുരാന്റെ പ്രശ്നം, എമ്പുരാനിനകത്ത് പാർട്ടിക്കാരെ പറഞ്ഞു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കാനാണ് എല്ലാവർക്കും നേരം. ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ അത് ചർച്ച ചെയ്യാനേ എല്ലാവർക്കും നേരമുള്ളൂ. ഇതുപോലെയുള്ള സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ചർച്ച ചെയ്യുവാൻ ആർക്കും നേരമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അതൊന്നും ഒരു പ്രശ്നമല്ല, അതിവിടെ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറഞ്ഞു ഓർത്തിരിക്കാൻ വേണ്ടി. ദ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ്? ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ കുറവ്. Limited infrastructure including transportation can further hinder access to healthcare facilities. ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കുറയ്ക്കുവാൻ മറ്റൊരു കാരണമാണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുടെ കുറവുകൾ എന്ന് പറയാം. ഈ സൗകര്യങ്ങൾ, അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. എന്താണ്? പോവേർട്ടി. ഇൻഡിജിനിയസ് പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോളനികളിൽ നേരിട്ടിരുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് ദാരിദ്ര്യം അവരെ നല്ലോണം ബാധിച്ചിരുന്നു. പോവേർട്ടി ഈസ് എ മേജർ ബാരിയർ ടു ആക്സസിങ് ഹെൽത്ത് കെയർ ആസ് ഇറ്റ് ക്യാൻ ലിമിറ്റ് ആക്സസ് ടു ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കേഷൻ ആൻഡ് അതർ എസെൻഷ്യൽ റിസോഴ്സ്. അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അതിനുള്ള എക്കണോമിക് ഫാക്ടർ ഇല്ലായിരുന്നു. പോവേർട്ടിയിലായിരുന്നു അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നോ, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട് എങ്കിൽ അവിടെ എത്തിച്ചെല്ലാനുള്ളൊരു സൗകര്യം അവർക്കില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇൻകം ഇനീക്വാലിറ്റീസ്. അവരിൽ എന്താണ്? ഇൻകം ഇനീക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം ഒരേ രീതിയിലുള്ള ജോലി ചെയ്തിരുന്നതാണെങ്കിൽ ഇൻഡിജിനിയസ് പീപ്പിൾസിനും കോളനിയിലെ ആൾക്കാർക്കും, അതായത് അവരുടെ അതായത് കോളനിവൽക്കരണത്തിലെ, അതായത് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാർക്കും ഒരേപോലത്തെ ഇൻകം ആയിരുന്നില്ല കിട്ടിയിരുന്നത്. ഇൻകത്തിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഡിഫിക്കൽട്ടീസ് ഇൻ അഫോർഡിങ് ഹെൽത്ത് കെയർ കോസ്റ്റുകൾ അഫോർഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ ടു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആൻഡ് മെഡിക്കേഷൻസ്. ഈ മെഡിക്കേഷൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് പോലും അവരെ കൊണ്ട് അഫോർഡബിൾ ആയിരുന്നില്ല എന്നാണ്. ദെൻ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ്? അവർക്ക് വിദ്യാഭ്യാസം കുറവ്. ആർക്ക്? കോളനിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. ആ വിദ്യാഭ്യാസവും എന്താണ്? ഇവർക്ക് കൊടുത്തിരുന്നില്ല. ലോവർ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ക്യാൻ ലീഡ് ടു എ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഹെൽത്ത് കെയർ നീഡ്സ് ആൻഡ് ഹൗ ടു ആക്സസ് സർവീസസ്. അതായത് എന്താണ്? ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ വെച്ച് തന്നെ ഇവരെന്താണ് വിദ്യാഭ്യാസം നിർത്തുകയും എഡ്യൂക്കേഷൻ നിർത്തുകയും അതിന് ശേഷം ജോലിക്ക് പോകേണ്ട അവസ്ഥ. അപ്പോൾ ദാരിദ്ര്യമാണ്. പഠിക്കുവാനുള്ള സമയം ഇല്ല, അവർക്ക് ദാരിദ്ര്യം മാറ്റാനുള്ള വഴികൾ കണ്ടെത്തേണ്ട അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രോപ്പറായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് കുറവായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. കൾച്ചറൽ ബാരിയേഴ്സിൽ വരുന്നതാണ് ലാക്ക് ഓഫ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. ലാക്ക് ഓഫ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് എന്താ? ഹെൽത്ത് കെയർ providers may lack cultural sensitivity and understandings, leading to miscommunication and misunderstandings which can hinder the delivery of culturally appropriate care. എന്താണ് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഈ ആരോഗ്യ പരിപാലനം ചെയ്യേണ്ട ആൾക്കാർ, ഇത് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ എന്താണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാകാതെയും അത് കൃത്യമായിട്ട് ഈ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയും ഇരിക്കുന്നത്, അത് ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കുകയും അത് അവരുടെ അടുത്ത് ഒരു കൃത്യമായ രീതിയിൽ നടപ്പിലാകാത്ത ഒരവസ്ഥ വരുന്നു. ദെൻ കൾച്ചറൽ ഡിസ്റപ്ഷൻസ്. ലാക്ക് ഓഫ്
Lack of culturally aware and safe care providers, supports and practices can lead to cultural disruptions and further മാർജിനലൈസ് ഇൻഡിജീനിയസ് പേഷ്യൻസ്. എന്താണ് കൃത്യമായിട്ട് എന്താണ് ഇവരെ ഇൻഡിജീനിയസ് പീപ്പിളിന് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിന് ഉള്ളൊരു സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് അതിനുള്ളൊരു കെയർ പ്രൊവൈഡ് ചെയ്യുകയൊന്നും ചെയ്യാതിരിക്കുന്ന എന്താണ് അവരെ മാർജിനലൈസ് ചെയ്ത് അവരെ ഒന്ന് മാറ്റി നിർത്തി അവരോട് ഈ ഇൻഡിജീനിയസ് പേഷ്യൻസിനോട് അല്ലെങ്കിൽ സാധാരണക്കാരായ രോഗികളോട് നല്ല രീതിയിൽ പെരുമാറാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ദെൻ ലാംഗ്വേജ് ബാരിയേഴ്സ്. ലാംഗ്വേജ് ബാരിയേഴ്സ് ക്യാൻ ഓൾസോ ക്രിയേറ്റ് ഡിഫിക്കൽട്ടീസ് ഇൻ ആക്സസിങ് ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മെഡിക്കൽ ഇൻഫോർമേഷൻസ്. ഇതൊക്കെ തരണം ചെയ്ത് ഇവരെ മെഡിക്കൽ കെയർ എടുക്കാൻ ചെന്നാൽ പോലും ഇവർക്ക് ഇവിടെയുള്ള കോളനികളിലുണ്ട് ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടേഴ്സാകട്ടെ നഴ്സുമാരാകട്ടെ ഇപ്പോൾ കോളനികളിൽ ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തത് ഇവരാണെന്ന് ഇരിക്കുക. കോളനി അതായത് ബ്രിട്ടീഷുകാരൊക്കെ ആണ് എന്ന് വിചാരിക്കുക. അവിടെയുള്ള മെഡിക്കൽ ഓഫീസേഴ്സൊക്കെ ആരായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർമാരോ ഇവരൊക്കെ ആരായിരിക്കും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ അറിയാവുന്നവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് ഈ ഹെൽത്ത് കെയർ സർവീസസ് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പോളിസി ആൻഡ് സിസ്റ്റമിക് ബാരിയേഴ്സ്. പോളിസി ആൻഡ് സിസ്റ്റമിക് ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് ഇൻവോൾവ്മെന്റ് ഇൻ പോളിസി മേക്കിംഗ്. കൃത്യമായിട്ടുള്ള പോളിസി മേക്കിങ്ങിൽ വലിയ ഇൻഡിജീനിയസ് പീപ്പിളിന് വലിയ ഒരു റോൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങിനും പ്രോസസ്സിനും ഒന്നും ഇൻഡിജീനിയസ് പീപ്പിളിന് ഒരു റോളും ഇല്ലായിരുന്നു. ലാക്ക് ഓഫ് ആക്സസ് ഓഫ് പ്രൈമറി കെയർ. അവർക്ക് പ്രാഥമിക സംരക്ഷണം പോലും ഇവർക്ക് കിട്ടിയിരുന്നില്ല. പ്രൈമറി കെയർ സർവീസസ്, സ്പെഷ്യലിസ്റ്റ് കെയർ ആൻഡ് പബ്ലിക് ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ ലീഡ് ടു പുവറർ ഹെൽത്ത് ഔട്ട്കംസ്. ഇങ്ങനെയുള്ള പ്രാഥമിക സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ലായ്മ, പ്രാഥമിക ആരോഗ്യ സംരക്ഷണങ്ങളൊന്നും ലഭ്യമാകാതിരിക്കുന്ന ഒരവസ്ഥ അവരെ ഈ ഹെൽത്ത് ഔട്ട്കംസ് വളരെ കുറവുള്ളവരാക്കും എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് സ്ക്രീനിങ് ആൻഡ് പേഷ്യൻ്റ് ട്രാക്കിംഗ്. ലാക്ക് ഓഫ് സ്ക്രീനിങ് and patient tracking can lead to delayed diagnosis and treatment, particularly for chronic diseases. എന്തെങ്കിലുമൊക്കെ വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് എവിടെയാണ് ഈ പേഷ്യൻസ് ഉള്ളത്, എത്രത്തോളം ആൾക്കാർക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, അതായത് സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ട്രാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കാതിരിക്കുന്ന ഈ ഡിസീസുകൾ ഒരുപാട് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആകുവാനും ഇവർക്ക് അതിനുള്ളൊരു ഫെസിലിറ്റീസ് ലഭിക്കാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ കോളനികളിലുള്ള ഇൻഡിജീനിയസ് പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ നേരിട്ടിരുന്ന ഹെൽത്ത് കെയർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണിത് നോക്കാനുള്ളത്. നിങ്ങൾ വേഗം പഠിക്കുക കേട്ടോ.